ഇത് കിച്ചണിലെ ഡ്യൂട്ടി ഇക്കായിരുന്നു കേട്ടോ. അമ്മ എപ്പോഴും പറയാറുണ്ട് ഇജ്ജ് ചിക്കൻ വെക്കണ മാതിരി ഒരു ദിവസം ഇവിടെ വെക്കണം എന്ന് പറയലുണ്ട് കേട്ടോ. എന്നാൽ അതുപോലെ തന്നെ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മേമ എന്ന് വിളിച്ചിട്ട് നമ്മളെ സാലിമോള് കടന്നു വരുന്നു കേട്ടോ. ഇപ്പോൾ എന്തിനാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾ വിചാരിച്ചും കാണുമ്പോൾ തേങ്ങ ചിരകാനാണ്. അതല്ല കേട്ടോ സംഭവം. വന്നേക്ക് തന്നെ പണി കൊടുക്കും കേട്ടോ അവൾക്ക്. വന്ന സമയത്ത് തന്നെ മാമൻ്റെ കമ്മീസ് തേക്കാൻ പറഞ്ഞു. അത് തേക്കൽ കഴിഞ്ഞപ്പോൾ മേമാടെ കുട്ടി ഇതൊന്ന് ചിരകി തരുമോ ചോദിച്ചപ്പോൾ അതും ചിരകി തന്നു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ എന്ത് പറഞ്ഞാലും ചെയ്തു തരും കേട്ടോ. പിന്നെ ഇവള് വരുന്നത് എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അങ്ങനെ ഇന്നെ സോപ്പിട്ട് മയങ്ങി ഇങ്ങനെ നിൽക്കണ്ട. അതെന്തിനാണെന്നറിയോ, ചിക്കൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് 2 ദോശ തിന്നാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സോപ്പിടാണ്. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്തിനാണ് അവൾ വന്നിരുന്നെന്നുള്ളത്. ഈ ഒരു സംഭവത്തിനാട്ടോ അവൾ വരുന്നത്, ഉമ്മമ്മയുടെ ഫോൺ കാണാൻ. അപ്പോൾ ഇന്നാൾ കുമ്പളങ്ങ കറി വെച്ചപ്പോൾ നല്ല രസമുണ്ടാണ്. അപ്പോൾ ഇന്നും വെക്കാൻ വിചാരിച്ചു. അപ്പോൾ വലിയ രസം ഉണ്ടാവില്ല എന്ന് ഞാൻ അപ്പം തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ ചെറുമായും കൂട്ടരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവർക്ക് മുന്തിരി ജ്യൂസ് അടിച്ചിട്ട് എളുപ്പം ഫ്രിഡ്ജിൽ വെച്ചു. അത് തണുക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഓലിങ്ങനെ ലാഗടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് തണ്ണിമത്തൻ ഉണ്ടാക്കാൻ വെട്ടി നുറുക്കി കൊണ്ട് കൊടുത്തുട്ടോ. അങ്ങനെ ഞാൻ ഭയങ്കര വിശപ്പ് 3 മണി ആയിട്ടുണ്ടായിരുന്നു. ഞാനും സാലിമോളും കൂടി ഇരുന്നിട്ട് ചോറ് തിന്നിട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ കുരുമുളക് ഇട്ടിട്ട്. പക്ഷേ കുറച്ച് കമ്മി ഉണ്ടായിരുന്നു. എങ്ങനെയായാലും ഫോൺ കാണാൻ വന്നാലും മേമാക്ക് വേണമെന്ന് ചോദിച്ചിട്ട് നിസ്കരിച്ചിരിക്കുന്ന സമയത്ത് കൊടുന്നതാണ് കേട്ടോ എനിക്കിത്. അപ്പോൾ ഇമ്മമ്മയുടെ ഓള് പറഞ്ഞു എൻ്റെ മുടി ഒന്ന് വെട്ടിത്തരും. ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ മുടിയൊക്കെ വെട്ടിത്തന്നെ എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ. നല്ലോണം മുടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊക്കെ. പക്ഷേ ഇപ്പോൾ ഞങ്ങളെ മുടിയൊന്നുമില്ല. പിന്നെ ഓള് വെട്ടണണ്ടപ്പോൾ എനിക്കും വെട്ടാനൊരു മുടി, ഞാനും വെട്ടിട്ടോ. അങ്ങനെ മുടിവെട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി. ഞാനും കാര്യം കൂടിയാണ് പോകുന്നത്. കല്യാണത്തിൻ്റെ തലേന്ന് കറുപ്പ് ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ കറുപ്പ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഈ ഒരു സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ അത് 2000 രൂപ വില. അത് തലേന്നൊക്കെ അത്ര വലിയ വിലയുടെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഫുൾ ബ്ലാക്കാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഈ കട മാറി ഞങ്ങൾ 3-4 കട കയറി ഇറങ്ങിയിട്ടാണ് എനിക്കൊന്ന് കിട്ടിയത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാലും നമുക്ക് കല്യാണമൊക്കെ അടിച്ച് പൊളിക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.